നമോ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ നമ്മളുടെ ഗീതാ ക്ലാസ്സിൽ എല്ലാവർക്കും സുസ്വാഗതം. ഏകദേശം 1.5 മാസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ക്ലാസ് എടുക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ക്ലാസ് മുടങ്ങിപ്പോവായിരുന്നു. ആദ്യം ജന്മാഷ്ടമിയായിരുന്നു, അത് കഴിഞ്ഞ് ഓണത്തിന് വേണ്ടി ക്ലാസ് എടുക്കാതെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ബ്രാഹ്മണ ദീക്ഷയ്ക്ക് വേണ്ടി മായാപ്പൂരിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പം കണ്ണിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൻ്റെ OPD അത് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ വേണം ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനല്ല ഡോക്ടർ, അതിൻ്റെ പല ടെസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഓപ്പറേഷൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ആയിട്ട് കിടക്കല്ലേ, പിന്നെയും ബ്രേക്ക് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ സമയം എടുക്കും തോന്നുന്നു ഓപ്പറേഷൻ വേണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3-ാമത്തെ അധ്യായം ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്, അതായത് ഭഗവാൻ അർജുനനോട് ഒരു പുതിയ തത്വം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം യുദ്ധം ചെയ്യണ്ട എന്നുള്ള അർജുനൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ആ കാര്യങ്ങൾക്കെല്ലാം ഉചിതമായ മറുപടി ഭഗവാൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ തത്വം ഭഗവാൻ പറഞ്ഞു. എന്ത്? യത് യത് ആചരതി ശ്രേഷ്ഠരായ വ്യക്തികൾ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, സാധാരണ വ്യക്തികൾ അതിനെ കോപ്പി ചെയ്യും. 3-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ നമ്മളെടുത്തതാണ്. അപ്പം പിന്നീട് ഭഗവാൻ പറഞ്ഞത്, യുദ്ധം ചെയ്യാതിരിക്കാൻ അർജുനൻ പറഞ്ഞ പല കാര്യങ്ങളിൽ ഒരു കാര്യം ഇതായിരുന്നു. അർജുൻ പറഞ്ഞത്, കൃഷ്ണ, ഞാൻ യുദ്ധം ചെയ്യുകയാണെങ്കിൽ എൻ്റെ കുലത്തിൻ്റെ നാശം സംഭവിക്കും. അതായത് എൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ കുലത്തിന് നാശം സംഭവിക്കും. അപ്പം കുലത്തിന് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ കുലപാതകിയാകുമ്പോൾ എനിക്കതിന് നരകം, അതായത് വരുന്ന തലമുറ എന്നെ കുറ്റം പറയും, എനിക്ക് നരകം ലഭിക്കും. അത് കുലത്തിനെ നാശിപ്പിച്ചതിൻ്റെ കാരണക്കാരൻ ഈ വരുന്ന ജനറേഷൻ ടു ജനറേഷൻ എന്നെ കുറ്റപ്പെടുത്തും. അതിന് മറുപടിയായി ഭഗവാൻ 2 ശ്ലോകങ്ങളായിട്ടാണ് അത് വിവരിക്കുന്നത്. 23-ാമത്തെ 24-ാമത്തെ ശ്ലോകം ഞാനൊന്ന് വായിക്കാം, അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരും. നമ്മൾ എടുത്തതാണ്, എന്നാലും 1 മാസം കഴിഞ്ഞതുകൊണ്ട്. ഈ 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഞാൻ അർത്ഥം മാത്രമേ ഉള്ളൂ, ശ്ലോകം വായിക്കുന്നില്ല. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ത, ജനങ്ങൾ എൻ്റെ മാർഗം പിന്തുടരും. ഭഗവാൻ പറയാണ്, എനിക്ക് കർമ്മം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, പക്ഷെ ഞാൻ പിന്നെയും കർമ്മം ചെയ്യും. എന്തുകൊണ്ട്? ആ കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ എന്നെ പിന്തുടരും, അതായത് അവരും കർമ്മം ചെയ്യാതെ വരും. അത് കഴിഞ്ഞ് ഭഗവാൻ പറയുന്നത്, ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. ഭഗവാന്റെ കർത്തവ്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അനാവശ്യമായ ജനപ്രഭത്തിന് ഞാൻ കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. അതായത് കർമ്മം ചെയ്യുന്നുകൊണ്ടല്ല, കർമ്മം ചെയ്യാതിരുന്നാലുള്ള കാരണമാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത്, നീ നിന്റെ സ്വധർമ്മം അഥവാ കർത്തവ്യം ചെയ്താൽ കുലനാശം സംഭവിക്കത്തില്ല, പക്ഷെ അത് ചെയ്തായിരുന്നാൽ, നീ നിന്റെ കർത്തവ്യം ചെയ്താൽ തീർച്ചയായും അത് കുലത്തിൻ്റെ നാശം സംഭവിക്കും. അതിൻ്റെ കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുൻ ഉണ്ടായൊരു പ്രധാന സംശയം ഉണ്ടായി വന്നത്, അതായത് ജ്ഞാനികളായ വ്യക്തികൾ, ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാർ. അതായത് നമ്മളിൽ 100% ആൾക്കാരും പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പാപം എന്താണെന്നോ ആ പാപത്തിൻ്റെ പരിണിതഫലം എന്താണെന്നോ നമുക്കറിയില്ല. പലപ്പോഴും നമ്മൾ പാപം എന്ന് വിചാരിച്ചിരുന്ന ആരെങ്കിലും മോഷ്ടിക്കുക, ആരെങ്കിലും വധിക്കുക, ആരുടെയെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ പാപം എന്ന് പറയുന്നത്. പക്ഷെ സ്വധർമ്മം ചെയ്യാതിരുന്നാലും സ്വന്തം ഉത്തരവാദിത്വം ചെയ്തിരുന്നാലും അത് പാപമാണെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്.
അപ്പം ഇവിടെ അർജുൻ്റെ മനസ്സിൽ വന്ന സംശയം, അതായത് അറിവുള്ള വ്യക്തികൾ, ജ്ഞാനികളായ വ്യക്തികൾ, അവർക്ക് ഈ പ്രതിഫലനം അല്ലെങ്കിൽ റിയാക്ഷൻ, ഒരു കർത്തവ്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്താണെന്നുള്ള ആ റിയാക്ഷനെ കുറിച്ച് അവർക്ക് നല്ല ബോധമുണ്ട്. പക്ഷേ എന്നിട്ടും അവർ തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാതിരുന്നിട്ടും അവർ തെറ്റുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ജ്ഞാനികളായ വ്യക്തികൾ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്? അവർക്ക് റിയാക്ഷനെ കുറിച്ച് അറിയാം, ആ തെറ്റ് ചെയ്തുള്ള ഫലം അവർക്കറിയാം. തെറ്റ് ചെയ്തിരുന്നാൽ എന്താണെന്നും എല്ലാം അറിയാലും അവർ തെറ്റ് എന്തുകൊണ്ട് ചെയ്യുന്നു? അപ്പോൾ ഇതിന് മറുപടിയെ ഭഗവാൻ 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 33-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് ചർച്ച ചെയ്യുന്നത്, ഒരു മാസം കഴിഞ്ഞുണ്ട്. 34 ഞാൻ മീനിങ് മാത്രമേ വായിക്കുന്നുള്ളൂ. തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ സ്വഭാവം, അത് ഓരോരുത്തർക്കുള്ള സ്വഭാവം. ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കും. ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ 3 ഗുണങ്ങൾ, സത്വ രജോ തമോ ഗുണത്തിനാണ് പറയുന്നത്. നിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം? നിഗ്രഹം എന്ന് പറഞ്ഞാൽ നാശം, നശിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ ഭഗവാൻ പറയുന്നത് പ്രകൃതിയുടെ 3 ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം, ഓരോരുത്തരുടെ സ്വഭാവം, പ്രകൃതിയിൽ അവരാർജിച്ച ഗുണങ്ങൾ, അവർ കൊണ്ടുവരുന്ന ഈ പ്രകൃതിയിലോട്ട് വരുമ്പോൾ കൊണ്ടുവരുന്ന ഗുണങ്ങൾ, ഏത് ഗുണമാണ് അവർ കൊണ്ടുവരുന്നത്, അതനുസരിച്ചാണ് അവർ കർത്തവ്യം ചെയ്യുന്നത്, സ്വഭാവം ചെയ്യുന്നത്. ചില നല്ല വീട്ടിലെ പിള്ളേർ പഴിച്ചു പോകാറുണ്ട്, ചില മോശമായ സാഹചര്യത്തിലുള്ള കുട്ടികൾ നല്ലതായിട്ട് വരുന്നുണ്ട്. അത് പ്രകൃതിയുടെ ഗുണം, സത്വം രജോ തമോ ഗുണം, ഏത് ഗുണമാണ് ആ വ്യക്തിയിൽ പ്രഭാവം ചെലുത്തുന്നത് അതനുസരിച്ചാണ് അവരിൽ അത് വളരുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം എൻ്റെ ഉള്ളിൽ ഏത് ഗുണമാണ്, ആ ഗുണത്തിന് ഓപ്പോസിറ്റ് ഒരു തമോ ഗുണ വ്യക്തിയുമായിട്ട് ഞാൻ കൂടുതൽ അഴകിക്കഴിഞ്ഞാൽ ആ തമോ ഗുണം എന്നിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, ഏത് തരം ആൾക്കാരുമായിട്ട് നമ്മൾ സഹചരിക്കുന്നു, ഇതെല്ലാം അനുസരിച്ചാണ് നമ്മുടെ ഉള്ളിലെ ഗുണങ്ങൾ ഡെവലപ്പാകുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഇനിയും 17-18 അധ്യായങ്ങളിലൊക്കെ വരുന്നുണ്ട്. നല്ലോണം വിശദമായിട്ട് നമുക്ക് അന്നേരം ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ ഭഗവാൻ ഇത് 27-ാമത്തെ ശ്ലോകത്തിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ 27-ാമത്തെ ശ്ലോകത്തിന് ട്രാൻസ്ലേഷൻ മാത്രം വായിക്കാം. മിഥ്യാഹങ്കാരത്തിൻ്റെ പ്രഭാവത്താൽ മോഹിതരായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗണങ്ങളാണ് ഇവ നിർവഹിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ശ്ലോകമാണ്. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മ കർത്ത അഹം ഇതി മന്യതേ. മനുഷ്യൻ ഞാനിത് ചെയ്തു, ഞാനത് ചെയ്തു, ഞാൻ. പക്ഷെ ഭഗവാൻ പറയുന്നത് അവരെ വിളിക്കുന്നത് മിഥ്യാഹങ്കാരം, അത് അഹങ്കാര വിമൂഢാത്മ, അഹങ്കാരം കൊണ്ട് വിമൂഢനായ ആൾക്കാർ വിചാരിക്കുന്നത് ഞാനാണ് ഇത് ചെയ്തത്. പക്ഷേ പ്രകൃതിയുടെ 3 ഗുണങ്ങൾ ആ വ്യക്തിയെ കൊണ്ട് കർമ്മം ചെയ്യിക്കുകയാണ്. അപ്പം ജ്ഞാനിയായ വ്യക്തികൾ ഇവിടെ പറഞ്ഞു. അർജുൻ്റെ സംശയം എന്തായിരുന്നു? ജ്ഞാനിയായ വ്യക്തികൾ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യാമെന്ന് അറിഞ്ഞിട്ടും തെറ്റ് ചെയ്യുന്നത്? വ്യക്തി ജ്ഞാനിയായിരിക്കാം, പക്ഷെ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഏത് സ്വഭാവമാണ് പ്രബലമാകുന്നത്? സത്വഗുണമുണ്ട്, രജോഗുണ്ട്, തമോ ഗുണമുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല ബ്രാഹ്മണരായാലും സന്യാസികളായാലും ആധ്യാത്മിക ജീവിതത്തിൽ ജീവിക്കുന്നവരൊക്കെ ചില സ്ത്രീ വിഷയങ്ങളിലൊക്കെ പെട്ട് നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? ആ വ്യക്തിയിൽ രജോഗുണം കൂടി, സത്വഗുണം കുറഞ്ഞു. അപ്പോൾ രജോഗുണം കൂടുമ്പോൾ ആ വ്യക്തിയെ കൊണ്ട് രജോഗുണ കർമ്മം ചെയ്യിക്കും. ഭഗവാൻ ഇവിടെ അതാണ് പറയുന്നത്, ഈ സ്വഭാവമാണ് വ്യക്തിയെ കൊണ്ട് വിവിധ കർമ്മങ്ങൾ ചെയ്യിക്കുന്നത്. അപ്പോൾ അർജുൻ്റെ ഉള്ളിലുള്ള ഗുണം ഏതാണ്, അതനുസരിച്ച് അർജുന് കർമ്മം ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതുവരെ, അതായത് ഭഗവാൻ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം മുതൽ 3-ാം അധ്യായത്തിൻ്റെ ഇതുവരെ ഭഗവാൻ അർജുനെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ഭഗവാന്റെ ഓരോ മറുപടിയിലും ഉത്തിഷ്ഠ, എഴുന്നേറ്റ് യുദ്ധം ചെയ്യാനാണ്. അതായത് പ്രത്യക്ഷത്തിൽ നമുക്കിങ്ങനെ തോന്നും, അർജുനെ കൊണ്ട് എന്തിനാണ് ഭഗവാൻ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? പല നിരീശ്വരവാദികൾ, അന്യമതത്തിലുള്ളവർ പലപ്പോഴും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അർജുനനെ കൊണ്ട് എന്തിനാണ് കൃഷ്ണൻ യുദ്ധം ചെയ്യിപ്പിച്ചത്? കൃഷ്ണനാണ് യുദ്ധക്കുതിയനാണ്, കൃഷ്ണ 1000 ആൾക്കാരെ കൊന്നു എന്തിനാണ്? ഭീഷ്മനെ ചതിവ് കൂടെ കൊന്നു, ദ്രോണാചാര്യ ചതിവ് കൂടെ കൊന്നു, കർണനെ ചതിവ് കൂടെ കൊന്നു. സത്യത്തിൽ കൃഷ്ണൻ ഭഗവാനാണെങ്കിൽ എന്തിനാണ് ഇത്രയും കുടുംബങ്ങളെ അനാഥം? ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലർക്കും അതിന് വ്യക്തമായൊരു മറുപടി കിട്ടില്ല. ഇത് നമുക്ക് 2ആയിട്ട് ഭാഗിക്കാം. ഒന്ന്, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും സത്യം പറഞ്ഞാൽ ചതിയിൽ കൂടെ തന്നെയാണ് കൊന്നത്. അതെന്തിനാണെന്ന് ആദ്യം നോക്കാം. പിന്നെ അർജുനെ ഭഗവാൻ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ച് എന്തിനാണെന്നും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും ഭഗവാൻ എന്തിനാണ് വധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ 3 പേരെ ചതിയിൽ കൂടെ അല്ലാതെ ആർക്കും വധിക്കാൻ പറ്റില്ല. ഭീഷ്മരെ വധിക്കാൻ പരശുരാമനെ കൊണ്ടുപോലും കഴിഞ്ഞില്ല. പരശുരാമൻ ഭഗവാന്റെ അവതാരമാണ്.
ദ്രോണാചാര്യരെ ആർക്കും വധിക്കാൻ പറ്റില്ല. കർണനും അർജുനേക്കാൾ ഒരു സ്റ്റെപ്പ് മുമ്പിലുള്ള യോദ്ധാവാണ്. അപ്പം ഇവരെ ആരെയും വധിക്കാൻ നേരിട്ട് പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വധിച്ചത്? വധിക്കാതെ വിട്ടാൽ പോരായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശാസ്ത്രത്തിൽ 5 മഹാപാപങ്ങൾ, പഞ്ചമഹാപാപങ്ങൾ പറഞ്ഞിട്ട് അതിന് ആദിത്തായി എന്ന് പറയും. ഇതിനകത്ത് ഇവിടെ ഒരു ശ്ലോകത്തിൽ വരുന്നുണ്ട് ആദിത്തായി. 5 അർജുൻ്റെ കഴിഞ്ഞ ശ്ലോകം ആദിത്തായി, അത് മഹാപാപം. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വിഷം കൊടുക്കുന്നത്, ഒരു വ്യക്തിയുടെ ഭവനം കത്തിക്കുന്നത്, മാരകമായ അസ്ത്രങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, അന്യൻ്റെ ഭാര്യയെ അപഹരിക്കുന്നത്, അന്യൻ്റെ വസ്തു അല്ലെങ്കിൽ ഭൂമി ധനം തട്ടിയെടുക്കുന്നത്, ഇത് 5 മഹാപാപങ്ങളാണ്. ഈ പാപങ്ങൾ ഏതൊരു വ്യക്തി ചെയ്താലും ആ വ്യക്തി വധിക്കപ്പെടാൻ അർഹനാണ് ശാസ്ത്രമനുസരിച്ച്. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് നമ്മൾ ജയിലിൽ പോകും, അത് വേറെ കാര്യം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ പോലും ആ വ്യക്തി വധിക്കപ്പെടണം. ഇത് മഹാപാപങ്ങളാണ്. ഈ പലപ്പോഴും ഞാൻ വാർത്തകളൊക്കെ അന്യൻ്റെ വീടിന് തീ വെച്ചു, വിഷം കൊടുത്തു, ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കൊണ്ട് ഇവനൊക്കെ എന്ത് നിത്യനരകമാണ്. കാര്യം പാപമല്ല, മഹാപാപമാണ്, നിത്യനരകമായിരിക്കും ആ വ്യക്തിക്ക്. ഇത് 5ഉം ദുര്യോധനൻ ഈ പാണ്ഡവർക്കെതിരായിട്ട് ചെയ്തു. ഇത് 5നും ഇവരെല്ലാം കൂട്ടുനിന്നു, അല്ലെങ്കിൽ അവർ സൈലന്റ് ആയിരുന്നു. ആദ്യമായിട്ട് ഭീഷ്മർക്ക് കുട്ടിക്കാലത്ത് വിഷം കൊടുത്തു ദുര്യോധനൻ. അരക്കില്ലത്തിന് തീയിട്ടു, ഇന്ദ്രപ്രസ്ഥം തട്ടിയെടുത്തു, പാഞ്ചാലിയെ തട്ടിയെടുത്തു, ഇന്ദ്രപ്രസ്ഥം അപഹരിച്ചു പാണ്ഡവരുടെ. ഈ 5 മഹാപാപങ്ങളും ദുര്യോധനൻ ചെയ്തു. അതിന് കർണനും ഒക്കെ കൂട്ടായിരുന്നു. ദ്രോണാചാര്യനും ഭീഷ്മരും അത് കണ്ടിട്ട് അവരവരുടെ പ്രവൃത്തി ചെയ്ത് അവരുടെ ഉത്തരവാദിത്വം അവർ നിറവേറ്റിയില്ല. 2, നിറഞ്ഞ സഭയിൽ ഒരു തെറ്റും ചെയ്യാത്ത ദ്രൗപദിയെ വസ്ത്രാക്ഷരം ചെയ്ത സമയത്ത് അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ദ്രോണാചാര്യരും ഭീഷ്മരും കീഴോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അവർ വധിക്കപ്പെടാനുള്ള കാരണം അതാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ. അപ്പൊ ഈ 5 കാരണങ്ങൾ കൊണ്ട് അവർ വധിക്കപ്പെടാൻ അർഹരായിരുന്നു. വധിക്കപ്പെടേണ്ട വ്യക്തിയെ എങ്ങനെ വധിക്കുമെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ല. കാരണം ഇപ്പൊ നമ്മുടെ ഈ സിറ്റിയിൽ ഒരു വലിയ ഭീകരൻ വന്നു, ന്യൂസിലും പേപ്പറിലും എല്ലാം ഫ്ലാഷ് ഒരു ഭീകരൻ നാശത്തിൽ എത്തിയിട്ടുണ്ടെന്ന്. ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ മറിഞ്ഞു നിന്ന് അയാളെ വെടിവെച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എന്താണ് മറിഞ്ഞു നിന്ന് വെടിവെച്ചു എന്ന് ആരും ചോദിക്കില്ല. മെഡൽ കിട്ടും, അവാർഡ് കിട്ടും, പേരും പ്രശസ്തിയും കിട്ടും, ടി വിയിലും പേപ്പറിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഫോട്ടോ വരും. കാരണം വധിക്കപ്പെടാൻ അർഹനായ ഒരു വ്യക്തിയാണ് വധിച്ചത്, മറിഞ്ഞിരുന്നു. എങ്ങനെ വധിച്ചു എന്നുള്ളതല്ല അവിടെ ചോദ്യം. വധിക്കപ്പെടേണ്ടവനാണോ വധിച്ചിരിക്കണം. അത് സമൂഹത്തിന് ഒരു പാഠമായിരിക്കും. നാളെ, അതായത് ഞാൻ നാളെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നാളെയല്ല, ആ പാണ്ഡവരുടെയും കൗരവരുടെ സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഇതിൽ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ഒരു സ്ത്രീ അപമാനിച്ചു. അപ്പോൾ അന്നത്തെ കോടതി രാജകൊട്ടാരത്തിലാണ്. വരുമ്പം രാജാവിനോട് ചോദിക്കുകയാണ്, ദുര്യോധനൻ ദുശാസനും അവരെല്ലാം കൂടെ ചേർന്ന് ദ്രൗപദിയെ അപമാനിച്ചപ്പോൾ അവർക്ക് ശിക്ഷ കിട്ടിയില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും? ഈ 5 അപരാധങ്ങളിൽ 5 പാപങ്ങൾ ഏതെങ്കിലും ഒരു പാപം ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്തിട്ട് ആ വ്യക്തിയെ രാജഭടന്മാർ പിടിച്ച് രാജകൊട്ടാരത്തിൽ കൊണ്ടുവരുമ്പോൾ രാജാവിനോട് ചോദിക്കുകയാണ്, ഇന്ദ്രപ്രസ്ഥം കൗരവരെ അപഹരിച്ചു കഴിഞ്ഞപ്പം അവരെ ശിക്ഷിച്ചില്ല. ഞാനൊരു വീട്, അതിൻ്റെ അടുത്ത വീട് 5 സെന്റ് സ്ഥലമല്ലേ അപഹരിച്ചുള്ളൂ, എന്നെ എന്തിനു ശിക്ഷിക്കാൻ കഴിയുന്ന വെച്ചാൽ എന്ത് മറുപടി കൊടുക്കും രാജാവ്? മറുപടിയില്ലാതെ വരും. അപ്പൊ സമൂഹത്തിന് ഒരു നല്ല ഉപദേശം കൊടുക്കാൻ, തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ പെടണമെന്ന് സമൂഹത്തിന് ബോധ്യമാക്കാൻ ഈ 4 പേരെ വധിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അത് ഭീഷ്മരായാലും ദ്രോണരായാലും ദുര്യോധനായാലും കർണനായാലും ആരായാലും വധിക്കപ്പെടേണ്ട ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ കണ്ണടച്ചു കൊടുത്തത്. 2ാമത്തെ കാരണം, കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പായിട്ട് 2 സേനകളും തമ്മിൽ, 2 സേനാ നായകന്മാരും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു, ഡൂസ് ആൻഡ് ഡോൺസ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്തത്. സൂര്യോദയം മുതൽ സൂര്യാസ്തമം വരെ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. സൂര്യാസ്തമം കഴിഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വെക്കുകയോ പരസ്പരം പക്ഷെ വധിക്കില്ലായിരുന്നു. ആയുധമില്ലാത്തവനെ വധിക്കരുത്, വെള്ളം കൊണ്ടുവന്നെ വധിക്കരുത്, പരിക്കേറ്റവനെ വധിക്കരുത്, കീഴടങ്ങിയവനെ വധിക്കരുത്. അങ്ങനെ ഒരുപാട്, ഒരാളോട് യുദ്ധം ചെയ്യാവുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അർജുനൻ ദ്രോണാചാര്യോട്ടെ ഭീഷ്മോട് യുദ്ധം ചെയ്യുമ്പോൾ പുറയുന്ന ഏതെങ്കിലും ഒരു സൈന്യം ഒരു അമ്പയിച്ച പോരെ, അർജുനൻ അപ്പം തീരുമല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും എപ്പോഴെങ്കിലും? അർജുനെ വധിച്ചു കഴിഞ്ഞാൽ അപ്പം യുദ്ധം തീരും. അർജുനനും ഭീഷ്മരുമായിട്ടോ അർജുനനും ദ്രോണാചാര്യമായിട്ടോ അർജുനനും കർണുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണ പട്ടാളക്കാരൻ പുറകിൽ നിന്നുകൊണ്ട് ഒരമ്പയിച്ചാൽ പോരെ അർജുനന്റെ പുറത്തോട്ട്?
അല്ലെ ഭീഷ്മരുടെ ദ്രോണയുടെ പുറത്തോട്ട് യുദ്ധം അപ്പം തീരുമല്ലോ. പറ്റത്തില്ല. യുദ്ധ നിയമങ്ങളായിരുന്നു അത്. ഒരാൾക്കൊരാളോട് യുദ്ധം. അതിൻ്റെ കൂടെ ഒരു നിയമം കൊണ്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും, അത് യുധിഷ്ഠിരനാണ് മഹാഭാരതത്തിൽ പറയുന്നത്, എവിടെയെങ്കിലും ഈ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പിന്നെ ഞങ്ങൾ നിയമം ലംഘിക്കും, പിന്നെ ഞങ്ങൾ ആ നിയമത്തെ ഫോളോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ഈ 9 മഹായോദ്ധാക്കന്മാർ, ജയദ്രഥനും ശകുനിയും ദ്രോണനും ഭീഷ്മരും ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് അഭിമന്യുവിനെ വധിക്കുന്നത്. 9 വലിയ യോദ്ധാക്കൾ ചേർന്ന്, മഹാരഥികൾ ചേർന്നിട്ടാണ് 16 വയസ്സുള്ളൊരു ബാലനെ വധിച്ചത്. നിയമം എന്തായിരുന്നു? ഒരാളുടെ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. പത്മവ്യൂഹത്തിൽ പ്രവേശിച്ച അഭിമന്യുവിന് വെളിയിൽ പോകാൻ ഇവർ 9 പേരും കൂടെ സമ്മതിച്ചില്ല. അവരെല്ലാവരും കൂടെ യുദ്ധം ചെയ്തു. അവിടെ മുതലാണ് നിയമങ്ങൾ ലംഘിക്കപ്പെട്ടത്. അതിന് കർണന് ഉത്തരവാദിയാണ്, എല്ലാവരും ഉത്തരവാദിയാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ നിയമങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടു. ഇനി ഒരുപാട് കാരണങ്ങളുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാൻ വേണം. അപ്പം ഇവിടെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് അർജുനനെ കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്? അതിനെന്താണ് മറുപടി നമുക്ക് നോക്കാം. ഇവിടെ അർജുനൻ പല കാരണങ്ങളും പറഞ്ഞു. എനിക്ക് രാജ്യം വേണ്ട, രാജ്യസുഖം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ സന്യസിച്ചോളാം, ഞാൻ ഭിക്ഷ അയച്ച് ജീവിച്ചോളാം, എന്നെ ജീവിക്കാൻ, യുദ്ധം ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത് കൃഷ്ണ. ഒരു പക്ഷേ നല്ല ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കുരുക്ഷേത്ര യുദ്ധമേ നടക്കില്ലായിരുന്നു. നോ ഡൗട്ട് അറ്റ് ഓൾ. നടന്നായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും അതും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കാം. ആദ്യമായിട്ട് അർജുനൻ ഭഗവാനോട് കുരുക്ഷേത്രത്തിൽ വന്നപ്പോൾ പറഞ്ഞു, സേനയോരുപയോർ മധ്യ രഥസ്ഥാപയനെ അച്യുത യാദവാനേതി നിരീക്ഷേകം യൂത്ത്കാമാൻ അവസ്ഥിത. 2-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം ഉണ്ടായിരുന്നു, ഓർമ്മയില്ല. അപ്പം അതിനകത്ത് ഭഗവാനോട് അർജുനൻ പറയുന്നത്, 2 സേനയുടെ മധ്യത്തിൽ എൻ്റെ രഥം കൊണ്ട് നിർത്താൻ, യുദ്ധക്കൊതിയന്മാരായിട്ട് വന്ന ആരൊക്കെയാണെന്ന് ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ അർജുനൻ ഫുൾ മൂഡിലാണ് വന്നിരിക്കുന്നത്. അർജുനന് വരുന്നതിന് മുമ്പ് അറിയത്തില്ലായിരുന്നു ഭീഷ്മന് മുമ്പിലും ദ്രോണന് മുമ്പിലും ഒക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ടാണ് വന്നത്. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനന് മാനസികമായിട്ട് അർജുന് ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ ഗുരുജനങ്ങളെയും ബന്ധുമിത്രാദികളെയും കൊല്ലുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ പ്രേരിപ്പിച്ച് യുദ്ധം ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഈ അർജുൻ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാൻ പറയാണ്, ഓക്കെ അർജുന, നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ഞാൻ ദ്വാരകയിൽ നിന്ന് ഇവിടം വരെ വന്നത്, ഈ കുരുക്ഷേത്രം വരെ വന്നത് നിന്നെ സഹായിക്കാൻ, നിങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ ഒരുപാടൊക്കെ അപരാധങ്ങൾ അവർ ചെയ്തു, വർഷാക്ഷേപം ചെയ്തു, ഇന്ദ്രപ്രശ്നം തട്ടിയെടുത്തു, 12 വർഷം വനത്തി, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. നിനക്ക് താല്പര്യമില്ല, ഞാൻ തിരിച്ചു പോയിക്കോളാം, നീയും പോയിക്ക് ഭിക്ഷ അയച്ചോ, ഞാൻ പോവാന്ന് പറഞ്ഞ് ഭഗവാൻ രഥം വിട്ട് പോയി. അർജുനും പുറകിന് പോയി. പിന്നെന്ത് സംഭവിക്കുമായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കാം. പാണ്ഡവരിൽ ബാക്കി 4 പേര് അവിടെ നിൽക്കുകയാണ്. യുധിഷ്ഠിരനും ഭീഷ്മനും നകുലനും സഹദേവനും അവിടെ നിൽക്കുകയാണ്. അവർ പോയിട്ടില്ല. സേന അവിടെ നിൽക്കുകയാണ്. ഭീമൻ രോക്ഷം കൊണ്ട് നിൽക്കുകയാണ്. ഭീമൻ പറയാം, ഓക്കെ അർജുനൻ പോയിട്ട് ബാ നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തിരുന്ന എന്ത് സംഭവിക്കുമായിരുന്നു? പാണ്ഡവ സേന മൈനസ് കൃഷ്ണ, ഇനി അർജുനെ പോലും കൂട്ടുന്നില്ല. പാണ്ഡവ സേന മൈനസ് കൃഷ്ണ കുരുക്ഷേത്ര യുദ്ധം ജയിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ദ്രോൺ, ഭീഷ്, കർണൻ, ഈ 3 പേര് ജയിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ കർണനെ അർജുനൻ തോൽപ്പിച്ചേക്കാം, അല്ലെ വധിച്ചേക്കാം. പക്ഷെ ദ്രോണരെയും ഭീഷ്മരെയും വധിക്കാൻ പറ്റില്ല. ആർക്കും പറ്റില്ല. ഈ ഭൂമിയിലൊന്നും ആർക്കും പറ്റില്ല. പരശുരാമിന് കഴിഞ്ഞില്ല, പിന്നെ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ കഴിയുന്നത്? അപ്പൊ ഈ പാണ്ഡവരെല്ലാം വധിക്കപ്പെടുമായിരുന്നു. പാണ്ഡവരിൽ ബാക്കി 4 പേരും വധിക്കപ്പെടുമായിരുന്നു. അങ്ങനെ 4 പേരും വധിച്ച് യുദ്ധം ജയിച്ചു കഴിഞ്ഞ് അട്ടഹാസത്തോടുകൂടി കൗരവ രാജ്യം ഭരിക്കുമ്പോൾ എവിടെങ്കിലും ശാന്തിയും സമാധാനമായിട്ട് അർജുനൻ ജീവിക്കാൻ പറ്റുമായിരുന്നു. മരണം വരെ കുറ്റബോധം കൊണ്ട് അർജുനൻ ഒന്നിൽ ആത്മഹത്യ ചെയ്തേനെ, അല്ലെ വട്ടുപിടിച്ചേനെ. കാരണം ഞാൻ നിമിത്തം എൻ്റെ കുലം നശിച്ചു, ഞാൻ നിമിത്തം എൻ്റെ സഹോദരങ്ങൾ മരിച്ചു, രാജ്യം നഷ്ടമായി, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു. ഞാൻ നിമിത്തം, ഞാൻ. ഇനി രണ്ടാമത്തെ ഒരു സാഹചര്യം നമുക്കെടുക്കാം. അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ പോയി, അർജുനൻ പോയി. അർജുനന്റെ പുറകെ പാണ്ഡവരും ബാക്കി 4 പേരും പറയാം, ശരി ഇനി അർജുനൻ കൃഷ്ണൻ നമ്മളെങ്ങനെ വെച്ചാൽ നമുക്ക് പോകാം, ഓക്കെ ഹാൻഡ്സപ്പ്, ഞങ്ങൾ തോറ്റു, നിങ്ങൾ എന്ത് വാങ്ങിച്ചാൽ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് പോയാൽ ഈ ശകുനിയും കർണനും ഇവരെ ജീവിക്കാൻ വിടുമായിരുന്നു. നമ്മൾ ആദ്യം മുതലുള്ള കൗരവർക്ക് പാണ്ഡവരോടുള്ള ബിഹേവ്, പാണ്ഡവരോടുള്ള സമീപനം എടുത്ത് നോക്കുക. വനത്തിൽ പോയിട്ട് അവരെ വെറുതെ വിട്ടോ? അരക്കിലത്തിന് തീയിട്ടില്ലേ?
അത് കഴിഞ്ഞ് വനത്തിൽ താമസിക്കുമ്പോൾ ഇവരെല്ലാം കൂടെ സേനയായിട്ട് പോയിട്ട് ഇവരെ വധിക്കാൻ നോക്കിയപ്പോഴാണ് ചിത്രരഥൻ എന്ന് പറഞ്ഞ് ഗന്ധർവന്മാർ എന്നിട്ട് കൗരവരെ തോൽപ്പിക്കുന്നത്. എവിടെല്ലാം ഇവരെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ദുര്യോധനൻ. കാര്യം ഇവർ ജീവിച്ചിരുന്നാൽ ബുദ്ധിമുട്ടാണെന്നറിയാം. അതാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസിന് വേണ്ടി ചെയ്യുന്നത്. എന്നെങ്കിലും ഇവർ നമുക്ക് പണി തരും, അതുകൊണ്ട് ഇവരെ ഇല്ലാതാക്കാന്ന് പറഞ്ഞിട്ട് ഇവരെവിടെ പോയി ഒളിച്ചാലും ശരി ദുര്യോധനാദികൾ അവരെ നശിപ്പിക്കുമായിരുന്നു. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് എടുക്കാം. അന്നേരവും ഈ അർജുനൻ കരയും. കാര്യം ഞാൻ യുദ്ധം ചെയ്തായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. മൂന്നാമത്തെ ഒരു സാഹചര്യം കൂടി പോസിബിലിറ്റി നമുക്ക് നോക്കാം. അർജുനൻ പോയി അപ്പം ദുര്യോധനെ വിളിച്ചിട്ട് ഭീഷ്മർ പറയുക, എടാ യുദ്ധം എന്തായാലും വേണ്ട, നീ ഒരു കാര്യം ചെയ്യും, ഇവരെ വെറുതെ വിട്, ഇവർക്കൊരു 4-5 ഗ്രാമം കൊടുക്കും, ഒരു ഗ്രാമം കൊടുത്തിട്ട് ഇവരെ സമാനമായിട്ട് ജീവിക്കും, നീ സമാനമായിട്ട് ഭരിച്ചു. ദുര്യോധന്റെ മേളിലൊരു സദ്ബുദ്ധി വന്നിരിക്കട്ടെ. ദുര്യോധന അങ്ങ് സമ്മതിച്ചു, ശരി ഇവർക്ക് 5 ഗ്രാമം കൊടുത്തേരെ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് കൊടുത്തേരെ, ഒരു താലൂക്ക് കൊടുത്തേരെ, പോയിക്കോട്ടെ, ശല്യം തീർന്നല്ല പ്രശ്നം. പക്ഷെ കഥ അർത്ഥം കൊണ്ട് തീരില്ല. ഏതെല്ലാം രാജ്യങ്ങൾ പാണ്ഡവർ സഹായിക്കാൻ വേണ്ടി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്നോ അവരെയൊക്കെ ദുര്യോധനൻ നോട്ട് വിടും. കാര്യം ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ കലിയുടെ മൂർത്തിരൂപമാണ്. കലിയാണ് ദുര്യോധനൻ, കലിയുടെ മൂർത്തിഭാവമാണ് ദുര്യോധനന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദുര്യോധനുള്ള കാമ, ക്രോധ, ലോഭ, ആ മോഹം, ഈർഷ്യ, ഏറ്റവും വലിയ ഈർഷ്യയാണ്. നമുക്ക് ഹിരണ്യകശുവിന്റെ മടിയിൽ പ്രഹ്ലാദിനെ ഹിരണ്യകശുവ് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഹിരണ്യകശുവിന് ഏറ്റവും കൂടുതൽ സ്നേഹം, മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോട്? പ്രഹ്ലാദിനോടായിരുന്നു. കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ചോദിക്കുന്നത്, പട്ടെ എന്തൊക്കെയാണ് നീ സ്കൂളിൽ പഠിച്ചത്? പ്രഹ്ലാദൻ പറഞ്ഞു എന്തുവായിരുന്നു? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. എടുത്തു താഴെ ഇട്ടു മോനെ. അത്രയും നേരം. കാരണം പറഞ്ഞത് വിഷ്ണുവിനെ കുറിച്ചാണ്. അച്ഛനെ ചീത്തയൊന്നും വിളിച്ചില്ല. കുട്ടി 5 വയസ്സുള്ള കുട്ടിയാണ്. വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞു. വിഷ്ണുവിനോടുള്ള ഈർഷ്യ ഏറ്റവും കൂടുതൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകനെ മടിയിനെടുത്ത് താഴെയിടാൻ ഹിരണ്യകശിപുവിനെ പ്രേരിപ്പിച്ചു. അതാണ് ഈർഷ്യ. അപ്പം ദുര്യോധന പാണ്ഡവരോടുള്ള ഈർഷ്യ കൊണ്ട് അവരെ സമാധാനമായിട്ട് എവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അവരെ സഹായിച്ച ഓരോ രാജാക്കന്മാരെ തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ അർജുനോ പാണ്ഡവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. അതായത് എന്നെ സഹായിക്കും, നമ്മളെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞാൽ കാശി രാജാവിനായാലും ദുര്യോധനായാലും ദുര്യോധന യുദ്ധം ചെയ്യാൻ പോകുന്നു, നമുക്കും പോവാം. അപ്പം ഒരവസ്ഥയിൽ ഇവരെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു ദുര്യോധനൻ, അല്ലെ കൗരവര്. അപ്പോൾ ഭഗവാൻ ചിന്തിച്ചപ്പം ഏറ്റവും ഇവർക്ക് സമാധാനമായിട്ട് കഴിയാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം യുദ്ധത്തിലൂടെ അവരെ തോൽപ്പിച്ച് അവരെ ഇല്ലാതാക്കുക. അതിലൂടെ ഒരു വെടിക്ക് 2 പക്ഷി. ഒന്ന് ഭഗവാൻ ഭഗവത് പറഞ്ഞ എന്തിനായിരുന്നു? പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃത. അപ്പൊ ഇവിടെ സാധു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തര്, പാണ്ഡവര്, അവരെ രക്ഷിക്കുക. വിനാശായ ദുഷ്കൃത അവരെ ശിക്ഷിക്കുക. പിന്നെയോ ഏറ്റവും ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആ ധർമ്മം പുനഃസ്ഥാപിക്കണമെങ്കിൽ അധർമ്മികൾ ഇല്ലാതാകണം. അധർമ്മികളോട് അങ്ങനെ ധർമ്മം പുനഃസ്ഥാപിക്കുന്നത്? മോഷണമില്ലാത്തൊരു രാജ്യമാണ് നമുക്ക് വേണ്ടത്, അവിടെ മോഷ്ടാക്കൾ പാടില്ല. അക്രമമില്ലാത്തൊരു രാഷ്ട്രമാണ് നമുക്ക് വേണ്ടത്, അക്രമികൾ പാടില്ല. അധർമ്മമില്ലാത്തൊരു രാജ്യമാണ് വേണ്ടത്, അവിടെ അധർമ്മികൾ പാടില്ല. അപ്പൊ അധർമ്മികളായ രാജാക്കന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ എല്ലാവരും കൂടെ ഒന്നിച്ച് കുരുക്ഷേത്രത്തിൽ കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും അഭികാമ്യം എന്ന് പറഞ്ഞാൽ പാണ്ഡവരല്ലേ അർജുനനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്ത് കൗരവരെ തോൽപ്പിക്കുക എന്നുള്ളത്. എന്തിനാണ് ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ഒരു ചർച്ച വിഷയവും പലരുടെയും നെറ്റിച്ചുളിയും എന്തിനാണ് കൃഷ്ണൻ യുദ്ധത്തിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ നമ്മളെ ഭഗവത്ഗീത അർജുനനെ പ്രേരിപ്പിക്കുന്ന യുദ്ധം എന്തിനാ ചെയ്യാൻ ഭഗവാൻ പ്രേരിപ്പിക്കുന്നത് പറഞ്ഞാൽ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോ ഫിസിക്കൽ നേച്ചർ, അതായത് നമ്മുടെ ജന്മസിദ്ധമായ സ്വഭാവം അനുസരിച്ച് കർത്തവ്യം ചെയ്യാനാണ്. അതാണ് ചാതുർവർണ്ണ്യം. ഇപ്പം നോക്ക്, ഒരു ബ്രാഹ്മണ സ്വഭാവമുള്ളൊരു വ്യക്തിയെ ഒരു സൈന്യത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. രക്തം കാണുമ്പോൾ അറയ്ക്കും. അപ്പം ബ്രാഹ്മണ സ്വഭാവം ഉണ്ടായിരിക്കണം. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുള്ള ബ്രാഹ്മണ സ്വഭാവം വേണം. ബ്രാഹ്മണന്റെ 9 സ്വഭാവം ഭഗവത്ഗീതയിൽ 18-ാം അധ്യായം 42-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സമദപ ശവ ശൗചം ശാദ്രാർജമേവജ ജ്ഞാനവിജ്ഞാനമാസ്തിക്യം ബ്രഹ്മ കർമ്മസ്വഭാവജ. 9
പറയുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഗുണമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിനപ്പുറം അയാൾക്ക് കർത്തവ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചാതുർവർണ്ണ നമ്മളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഭഗവത്ഗീത നമ്മൾ പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ സൈക്കോ ഫിസിക്കൽ നേച്ചർ, നമ്മുടെ ജന്മസിദ്ധമായ കഴിവനുസരിച്ച് സ്വഭാവമനുസരിച്ച് കർത്തവ്യം ചെയ്യാനാണ്. അപ്പോൾ അർജുനൻ്റെ ജന്മസിദ്ധമായ കഴിവ് അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ് സൈക്കോ ഫിസിക്കൽ നേച്ചർ അനുസരിച്ച് കർത്തവ്യം ചെയ്യുക. അതാണ് ആ വ്യക്തിക്കും സമൂഹത്തിനും നല്ലത്. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൻ്റെ അവസാന പാദത്തിലെത്തി നിൽക്കുകയാണ്. ഇത് ഇനി അങ്ങോട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് സെഷനാണ് നമ്മൾ ചർച്ച, അതുകൊണ്ട് ശ്രദ്ധിച്ചത്. അപ്പോൾ അർജുനൻ പറയുന്നതാണ്, പക്ഷേ എനിക്കറിയാം ഞാൻ ക്ഷത്രിയനാണ്, എനിക്ക് യുദ്ധം ചെയ്യണം, എനിക്കിവരെ തോൽപ്പിക്കണം, ഇതെല്ലാം എനിക്കറിയാം. പക്ഷെ എൻ്റെ ഉള്ളിലൊരു പ്രേരണ ശക്തി എന്നെ കൊണ്ട് യുദ്ധം ചെയ്യാൻ സമ്മതിപ്പിക്കുന്നില്ല. അതായത് നമുക്ക് ഒരു വസ്തുവിൻ്റെ ഇഷ്ടം തോന്നി, ആ ഒബ്ജക്റ്റ്, ആ ഇഷ്ടം തോന്നിയ സാധനം വെളിയിലാണ്, ഇഷ്ടം തോന്നിപ്പിച്ചത് ഉള്ളിൽ നിന്നാണ്, ഇഷ്ടം വന്നത് ഉള്ളിൽ നിന്നാണ്. എനിക്കൊരു വ്യക്തിയോട് ഇഷ്ടം തോന്നി, ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നി, ഒരു പുരുഷനോട് ഇഷ്ടം തോന്നി, ഒരു മൊബൈലിനോട് കാറിനോട് ഇഷ്ടം തോന്നി. ആ വ്യക്തി അല്ലെങ്കിൽ വസ്തു നമ്മുടെ ശരീരത്തിനുള്ളിൽ അല്ലെങ്കിൽ വെളിയിലല്ലേ. അപ്പോൾ പ്രേരണ, അതിനോട് ആസക്തി ഉണ്ടാകാനുള്ള പ്രേരണ, അതിനോട് ഇഷ്ടം തോന്നാനുള്ള പ്രേരണ എന്താണ്? അർജുനൻ്റെ ഉള്ളിൽ വന്ന സംശയമാണ്. യുദ്ധം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, കർത്തവ്യം എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. യുദ്ധം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കാത്ത ഘടകം എന്താണ്? അതാണ് എനിക്കറിയേണ്ടത്. അർജുനൻ്റെ ഉള്ളിലുള്ള നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ അർജുനൻ്റെ ഈ സംശയത്തിന് ഭഗവാൻ മറുപടി പറയുന്നത് 36-ാമത്തെ ശ്ലോകത്തിലാണ്. 36-ാമത്തെ ശ്ലോകം നോക്കാം. 3-ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. അർജുന ഉവാച, അർജുനൻ പറയുന്നു, അഥ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛൻ അഭിവാർഷ്ണേയ ബലഇവ നിയോജിതഃ. അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, ആദ്യം അർജുനൻ ചോദിക്കാൻ വാർഷ്ണേയ, വാർഷൻ എന്ന് പറഞ്ഞാൽ വൃഷ്ണിവംശത്തിൽ ജനിച്ചവർ, കൃഷ്ണൻ്റെ ഒരു പേരാണ്. കൃഷ്ണൻ്റെ അച്ഛൻ്റെ കുലം യദുകുലവും അമ്മയുടെ കുലം വർഷ്ണികുലവുമാണ്. വാർഷ്ണേയ, ഏതിനാലാണ് ഒരാൾ തനിക്കിഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത്? ഇത് വളരെ ഇതാണ്. നമ്മൾ സമൂഹത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പലർക്കും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മദ്യപിക്കുന്നവരില്ലേ. സിഗരറ്റ് വലിക്കുന്ന ഡോക്ടർക്ക് അറിയത്തില്ല സിഗരറ്റ് വലിച്ചാൽ, സിഗരറ്റ് ഇങ്ങനെ വായുത്തിൽ പറയും, നിങ്ങൾ സിഗരറ്റ് വലിക്കരുത്, പുള്ളി സിഗരറ്റ് മൗത്തിൽ വെച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് അറിയാൻ മദ്യപിക്കാൻ പാടില്ല അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല, എന്നിട്ട് അവരത് ചെയ്യുന്നു. ആ പ്രേരിപ്പിക്കുന്ന ഘടകം. മോഷ്ടിക്കുന്നതറിയാം മോഷ്ടിക്കാൻ പാടില്ലെന്ന്. ഈ സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്യുന്ന അവർക്കറിയാം, ഇത് ചെയ്യുന്നത് തെറ്റാണ്, പിടിക്കാൻ പണിയും കിട്ടും, എല്ലാം അറിയാം, എന്നിട്ട് ചെയ്യിപ്പിക്കുന്ന ആ ഘടകം എന്താണെന്ന് അറിഞ്ഞാൽ ചോദിക്കുന്നത്. അപ്പം ഇതിന് മറുപടി ഭഗവാൻ ഏറ്റവും മഹത്വമായ ഒരു ഉപദേശമാണ് നൽകുന്നത്. സത്യത്തിൽ ഓരോ വ്യക്തികളും, നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഘടകമാണ് എന്താണ് നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഭഗവാൻ പറയുന്നത്, അർജുന, നീ ഇതുവരെ കണ്ടിട്ടുള്ളതും നേരിട്ടിട്ടുള്ളതും ബാഹ്യമായ ശത്രുവിനെയാണ്. നിന്റെ വെളിയിലുള്ള ശത്രുവാണ് നീ ഇന്നുവരെ കണ്ടിട്ടുള്ളത്. നീ ഇന്നുവരെ യുദ്ധം ചെയ്തെല്ലാം ബാക്കി വെളിയിലുള്ള ശത്രുക്കളുമായിട്ടുണ്ട്. പക്ഷെ നിന്റെ ഉള്ളിലൊരു ശത്രുവുണ്ട്. നീ ഇപ്പം ദുര്യോധനയും ദുശാസനെയും കർണനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അതിനേക്കാൾ വലിയൊരു ശത്രു നിന്റെ ഉള്ളിലുണ്ട്. ആ ശത്രുവിനെ നീ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നീ അറിഞ്ഞിട്ടില്ല. ആ ശത്രു തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ നമ്മൾ വെളിയിലാണ് അന്വേഷിക്കുന്നത്. ആ വെളിയിൽ ശത്രു ഉണ്ടാകാനുള്ള കാരണം എന്ത്? ഒരാൾ എൻ്റെ ശത്രുവാണെങ്കിൽ ആ വ്യക്തി എന്തുകൊണ്ട് ശത്രുവായി? ആ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ മനസ്സിലാകും നമ്മുടെ ഉള്ളിലൊരു ശത്രു എന്നുകൊണ്ട് നമുക്ക് പണി തരികയാണെന്നുള്ളത്. ഇത് വളരെ സൂക്ഷ്മമാണത്. അപ്പോൾ അർജുനോട് ഭഗവാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അർജുന, സത്യത്തിൽ നമുക്ക് 2 ശത്രുക്കളുണ്ട്. ഒന്ന് ബാഹ്യമായ ശത്രു, 2 ആന്തരികമായ ശത്രു. എപ്പോൾ വരെ നീ ആന്തരികമായ ശത്രുവിനെ ജയിക്കുന്നില്ല, ബാഹ്യമായ ശത്രുവിനെ ജയിച്ചിട്ട് നിനക്ക് ജീവിതത്തിൽ വിജയം കൊയ്യാൻ കഴിയില്ല. അപ്പം അതായത് ബാഹ്യമായ യുദ്ധത്തിൽ എല്ലാവരും പരാജയപ്പെട്ടാലും ശരി, നിന്റെ ഉള്ളിലുള്ള ശത്രുവിനെ നീ തിരിച്ചറിയാത്തിടത്തോളം കാലം നിനക്ക് ശാന്തി സമാധാനം ജീവിതത്തിൽ ലഭിക്കില്ല. അപ്പോൾ അർജുനനോട് ഭഗവാൻ പറയുന്നത്, അതായത് 2 ശത്രുക്കൾ, ഉള്ളിലുള്ള ശത്രുവിനെയാണ് നിനക്ക് ആദ്യം ജയിക്കേണ്ടത്. കൗരവരെയൊക്കെ നമുക്ക് പിന്നെ ജയിക്കാം, ആദ്യം നീ നിന്റെ ഉള്ളിലുള്ള ശത്രുവിനെ ജയിക്കുക. ഉള്ളിലുള്ള ശത്രുവിനെ ജയിച്ചാൽ മാത്രമേ നിനക്ക്
രണ്ടാമത്തെ ശത്രുവിനെ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗീത നമ്മെ പഠിപ്പിക്കുന്നത് ഉള്ളിലുള്ള ശത്രുവിനെ തിരിച്ചറിയണം. ആദ്യം നമ്മൾ ആ ഉള്ളിനെ തിരിച്ചറിയണം. അതിനുശേഷം നമ്മൾ ആ ഉള്ളിലുള്ള ശത്രുവിനെ എങ്ങനെ ജയിക്കണം. ഇത് രണ്ട് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കും. ഗീത എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ആധ്യാത്മിക ഗ്രന്ഥമല്ല. ലോകത്തിൽ എവിടെ കിട്ടുന്നില്ല അതെല്ലാം നമുക്കിവിടെ കിട്ടും. ഏതെങ്കിലും ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ, ഗീതയിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ 37-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശത്രു ആരാണ്. ശ്രീ ഭഗവാൻ ഉവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവഃ മഹാശനോ മഹാപാപ്മ വിദ്ധി ഏനം ഇഹ വൈരിണം. കാമയേഷ ക്രോധയേഷ, ഇത് അതായത് ഭഗവാൻ പറയുന്നത് അർജുന രജോ ഗുണമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായത്. രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 3 ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഏത് ഗുണം. അപ്പോൾ രജോ ഗുണം കൂടുതലാണെങ്കിൽ രജോ ഗുണമായ സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണ് നമ്മളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രു. നമുക്ക് പറയുന്നത് സാക്ഷാൽ ഭഗവാനാണ്. അതുകൊണ്ട് ഇതിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ആരും ഇടേണ്ട ആവശ്യമില്ല. അപ്പം അത് രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രോധം, രജഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന രജോഗുണവുമായുള്ള സമ്പർക്കത്താൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണ് അതിന് പ്രേരിപ്പിക്കുന്നത്. അതൊന്ന് കാമം എന്ന് പറഞ്ഞാൽ അർത്ഥം ആഗ്രഹങ്ങൾ, ഭൗതികമായ ആഗ്രഹങ്ങൾ. ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ ആഗ്രഹങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ ക്രോധമുണ്ടാകും. അതാണ് പിന്നെ ക്രോധമായി വരുന്നത്. ആ ക്രോധം തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. കാമത്തിൽ നിന്നുണ്ടാകുന്ന രജോഗുണമായ സമ്പർക്കത്തിൽ കാമവും മനസ്സിലുള്ള ആഗ്രഹം നിങ്ങളുടെ തീവ്രമാണ്. പക്ഷെ നിങ്ങൾ സദ്ഗുണത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റ് ചെയ്യില്ല. ഇപ്പം രജോ ഗുണത്തിൽ ആഗ്രഹങ്ങൾ കൂടുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ അത് രജോ ഗുണമായിട്ട് ചേർന്നിട്ടുണ്ടാകുന്നതാണ്. അത് പിന്നീട് ക്രോധമായി സംഭവിക്കും. അപ്പോൾ പല തെറ്റുകളും ചെയ്യാൻ പ്രേരിപ്പിക്കാൻ നമ്മളെ ചതിക്കുന്നത് ഇഹലോകത്തിലെ ഏറ്റവും വലിയ ശസ്ത്രം എന്ന് പറഞ്ഞാൽ കാമം. അത് ഭൗതികമായ ആഗ്രഹങ്ങളാണ്. എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് പൈസ വേണം, വലിയ വീട് വേണം. വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല. പോകുമ്പോൾ എന്ത് ചെയ്യും? അത് വേറെ കാര്യം. അപ്പോൾ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം, ഭൗതികമായ ആഗ്രഹങ്ങളാണ്. അത് പിന്നീട് ക്രോധമായി വരും. ക്രോധം എപ്പോഴാണ് വരുന്നത്? ആ ആഗ്രഹം പരിപൂർണമായിട്ട് സഫലീകരിക്കാൻ ആർക്കും കഴിയില്ല. ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയത്തുമില്ല. എത്ര ഉദാഹരണം നിങ്ങൾ എടുത്തു. രാവണന്റെ ലങ്കയെ വിളിച്ച സുവർണ ലങ്ക എന്നായിരുന്നു. എന്തുവായിരുന്നു രാവണന്റെ കയ്യിൽ ഇല്ലാഞ്ഞത്? അന്ന് ഭൂമിയിലുള്ളത് വെച്ച് ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു രാവണന്റെ പത്നി. കൂടാതെ എത്രയോ സ്ത്രീകളെ രാവണൻ അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 3 ലോകങ്ങളും ഭരിക്കുമായിരുന്നു രാവണൻ. സ്വർഗം വരെ കീഴടക്കി. പിന്നെ ഉള്ളിലുള്ള കാമം സീതയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു. ഫലമോ നശിച്ച് വെണ്ണീറായി, ഇല്ലാതായി. ഏതൊരു വ്യക്തി ലോകത്തിലെടുത്ത് നോക്കിക്കോ, അത് ഹിറ്റ്ലർ ആയിക്കോട്ടെ, അലക്സാണ്ടർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, മുഗൾ രാജാക്കന്മാർ ഓരോരുത്തരെടുത്ത് നോക്കിക്കോ, അവർക്കെല്ലാം ഉണ്ടായെങ്കിലും പിന്നെ അവരുടെ വേണം, ഈ രാജ്യം കൂടെ, ഈ സ്ഥലം വേണം. അവസാനം ഏതൊരു വ്യക്തി കാമത്തിന് അടിമയാണോ ആ വ്യക്തിയുടെ നാശം ചൊരിച്ചത്. ഇവിടെ രാധിക മന്ത്രി എഴുതിക്കുന്നു, ഹരേ കൃഷ്ണ ജ്ഞാനം നേടിയത് കൊണ്ട് സത്വഗുണം വർത്തിയേക്കയില്ലേ പ്രഭു. ഹരേ കൃഷ്ണ ജ്ഞാനമല്ല, ഹരേ കൃഷ്ണ ജാമം ജപിക്കുന്നത് കൊണ്ട്. ഹരേ കൃഷ്ണ നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സത്വഗുണം കൂടും. സത്വഗുണം കൂടാൻ വേണ്ടിയാണ് നമ്മൾ ജപിക്കുന്നത്. സത്വഗുണം കൂടുമ്പോൾ മാത്രം നമുക്ക് ഭഗവാന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ പറ്റും. ഹരേ കൃഷ്ണ മന്ത്രത്തിൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു വിഷയമാണ്. അത് നമുക്കൊക്കെ അത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഞാനിപ്പോൾ ഇടയ്ക്ക് പറയാൻ പിന്നെ മറന്നു പോകും, അത് കേൾക്കുന്നുണ്ടല്ലോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം 16 വാക്കുകൾ 32 അക്ഷരങ്ങൾ. ഇതിൻ്റെ അർത്ഥം പല രീതിയിൽ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. ഒരർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേ കൃഷ്ണ, ഹേ രാധേ, എന്നെ നിങ്ങളുടെ നിത്യസേവനത്തിന് അവസരം തരാൻ യാചിക്കുക. നിത്യസേവനം എന്ന് പറയുന്നത് എന്തുവാ? ഭൗതിക ലോകത്തിലല്ല, ആധ്യാത്മിക ലോകത്തിൽ. ആധ്യാത്മിക ലോകത്തിൽ ഭഗവാന്റെ രാധേറാണിയുടെ നിത്യസേവനം ചെയ്യുക. ഹരേ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇന്റർണൽ പൊട്ടൻസി അല്ലെങ്കിൽ അന്തരംഗ ശക്തി അല്ലെങ്കിൽ രാധയെ വിളിക്കുന്ന പേരാണ് ഹരേ. ഹരേ എന്നുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു പേരാണ് ഹരി. ഹരി എന്ന് പറഞ്ഞാൽ ഹരിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ. എന്തില്ലാതാക്കുന്നവൻ? ഭക്തരുടെ ഉള്ളിലെ പാപങ്ങൾ ഇല്ലാതാക്കുന്നവൻ, ശത്രുക്കളെ ഇല്ലാതാക്കുന്നവൻ. അതാണ് ഹരി. ഹരിയെ ജയിച്ചവനാരോ അത് ഹര. അപ്പം ഹരിയുടെ ഹൃദയം ജയിച്ചവനാണ് രാധാറാണി. അതുകൊണ്ട് രാധാറിൻ്റെ പേരാണ് ഹര.
അപ്പോൾ ഹറ നമുക്ക് വിളിക്കത്തില്ല, നമ്മൾ ഹരേ എന്ന് വിളിക്കുന്നത്. രാധ എന്ന് വിളിക്കുന്നത് രാധേ, ലത എന്ന് വിളിക്കുന്നത് ലതേ, അല്ലേ? കുട്ട കുട്ടോ, അങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ അവർ ദീർഘം വരുന്ന പോലെ രാധ എന്നുള്ളതാണ് രാധേ എന്ന് വിളിക്കുന്ന പോലെയാണ് ഹറ എന്നുള്ളതിന് ഹരേ എന്ന് വിളിക്കുന്നത്. കൃഷ്ണൻ അറിയാം. രാമ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഏത് രാമനാണ്? ബലരാമനാണോ, അയോധ്യ രാമനാണോ? അല്ല, ഇത് രാമ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ് ഞാനത് നിങ്ങൾക്കത് വിശദമായിട്ട് പറയാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. രാകാരം ഇത് രാധ. ഒരു മിനിറ്റ് എടുക്കത്തോടെ. രാകാരം ശ്രീ രാധ, മാകാരം ശ്രീ മധുസൂദൻ, രാമ ഈക്വൽ ടു കൃഷ്ണ, ദ്വയ വിഗ്രഹ സംയോഗ രാമനാമ ഇതി. വിശദമായിട്ട് പറയാം, പേടിക്കണ്ട. രാമ എന്നുള്ള അർത്ഥത്തിൽ വാക്കിൻ്റെ രണ്ടക്ഷരമാണ് രാമ. രാ എന്ന് പറഞ്ഞാൽ രാകാരം ശ്രീ രാധ, അത് രാധയെ ഡിനോട്ട് ചെയ്യാണ് രാ. ക മാ, രാ കഴിഞ്ഞ് മാ, രാമയുടെ മാകാര ശ്രീ മധുസൂദൻ, മധുസൂദൻ എന്നുള്ളതിൻ്റെ മായും രാധ എന്നുള്ള രായും എടുക്കുന്നതാണ്. അപ്പം ദ്വയ വിഗ്രഹ ഈ രണ്ടും കൂടെ സംയോജിക്കുമ്പോൾ എന്തും രാമനാമം വരും. രാധയുടെ രായും മധുസൂദൻ്റെ മായും രാമനാമം വരും. രാമനാമ ഇതി. അപ്പം രാമ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ തന്നെ ഒരു പേരായിട്ടാണ് ഇവിടെ രാമ പറയുന്നത്. പിന്നെ രാമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രമത്തെ ഇതി രാമ, സന്തോഷം പകരുന്നവൻ്റെ അർത്ഥമാണ്. അത് കൃഷ്ണനാകാം, ആരുമാകാം, രാമനാകാം, കൃഷ്ണനാകാം. പിന്നെ സ്വയം രമിക്കുന്നു, അത് ഭഗവാനെയാണ്, അത് രണ്ടുപേരുമാണ്. അപ്പം ഇവിടെ ഹരേ കൃഷ്ണ മന്ത്രത്തിൽ രാമ എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ തന്നെ പേരായിട്ടാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നാമം നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സത്വഗുണം കൂടും. ഓക്കെ മാതാജി, ഐ ഹോപ്പ് യു ആർ കൺവിൻസ്ഡ്. ഇല്ലെങ്കിൽ വീണ്ടും ചോദിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പം ഈ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കാമമാണെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥമോ അതിൻ്റെ ആഴമോ നമുക്ക് മനസ്സിലാകില്ല. നമ്മൾ സിമ്പിളായിട്ട് കേട്ടിട്ടേ പോകത്തുള്ളൂ. പക്ഷെ നമ്മളെ കൊണ്ട് നമ്മുടെ ജീവിതകാലത്തിൽ ഇന്ന് വരെ നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊരു പെൻസിൽ മോഷ്ടിക്കുന്നത് പോലെ തുടങ്ങി ഇന്ന് വരെയുള്ള ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ആരംഭം നമ്മൾ കുഴിച്ചു പോയി കഴിഞ്ഞാൽ ഭൗതികമായ ആഗ്രഹം, എനിക്കത് വേണം, എനിക്കത് കൂടിയേ തീരൂ എന്നുള്ള ആഗ്രഹങ്ങൾ നമ്മളുടെ മനസ്സിൽ വരുമ്പോഴാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈ കാമത്തെയും ക്രോധത്തെയും ഒന്നും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അത് നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ സ്വഭാവമാണ്. അത് ആത്മാവിനോടൊപ്പം നമ്മുടെ വന്നതാണ്. അതിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യണം. എങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും? അതായത് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം, കാമം, ആ ആഗ്രഹം ഭൗതികമായാണ്. ഇതിനെ ആത്മീയമാക്കണം. ആത്മീയമാക്കുമ്പോൾ നമുക്ക് ആ കാമത്തിനെ ആത്മീയമാക്കുമ്പോൾ നമ്മൾ ആത്മീയമായ കാര്യങ്ങളായിരിക്കും ആഗ്രഹിക്കുന്നത്. എനിക്ക് ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ഗോവയിലൊന്ന് പോകണം എന്നുള്ളത്. എൻ്റെ ആഗ്രഹമല്ല, എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പറയുകയാണ്, ഉദാഹരണമായിട്ട് പറഞ്ഞു. എനിക്ക് ഗോവയിലൊന്ന് പോകണം. ആ ആഗ്രഹത്തിന് ഞാൻ ഡൈവേർട്ട് ചെയ്യുന്ന അങ്ങോട്ട് എനിക്ക് വൃന്ദാവനത്തിൽ പോകണം എന്നുള്ളത്. ഇവിടെ ആഗ്രഹത്തിനെ ഇല്ലാതാക്കിയില്ല നമ്മൾ. ഇവിടെ ആഗ്രഹത്തിനെ ഇല്ലാതാക്കില്ല. ആഗ്രഹത്തിന് എന്താ നമ്മൾ ചെയ്ത് ഡൈവേർട്ട് ചെയ്തു. ഭൗതികയിൽ നിന്ന് ആധ്യാത്മയിലേക്ക് ഡൈവേർട്ട് ചെയ്തു. എനിക്ക് ഇന്ന പർട്ടിക്കുലർ ആഹാരം കഴിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കാതെ വീട്ടിലുണ്ടാക്കി ഭഗവാനെ നേരിച്ച് പ്രസാദമായിട്ട് കഴിക്കുന്നു. ക്രോധം ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഹനുമാനോട് ഭഗവാൻ പറഞ്ഞത് ലങ്കയിൽ പോയിട്ട് സീത ഉണ്ടെന്ന് അന്വേഷിച്ച് വരാനാണ് പറഞ്ഞത്. പോയിട്ട് സീതയെ അന്വേഷിച്ച് ലങ്കയും കത്തിച്ചിട്ട് വന്നു. അപ്പോൾ ഹനുമാന്റെ ഉള്ളിലുള്ള ക്രോധത്തെ ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. നമുക്ക് എവിടെയും പോയി കത്തിക്കണ്ട, ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങളെ നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റണം. ആ ക്രോധത്തിനെ കൺവെർട്ട് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ നമുക്ക് ക്രോധത്തെ ജയിക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് ക്രോധത്തെ ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച്, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, തെറ്റായ പ്രവൃത്തികളായിക്കോട്ടെ, പാപപരമായിട്ടായിക്കോട്ടെ, അതിൻ്റെ എല്ലാം ജഡ് അല്ലെങ്കിൽ അതിൻ്റെ വേര്, അതിൻ്റെ അസ്ഥിവാരം എന്ന് പറയുന്നത് കാമമാണ്. അപ്പം ഇവിടെ അർജുനൻ്റെ ഉള്ളിലും ബന്ധുക്കളോടുള്ള കാമം, സ്വജനങ്ങളോടുള്ള കാമം, ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ മുത്തച്ഛൻ, ഇതെൻ്റെ ഗുരു, ഇതെൻ്റെ സതീർത്ഥൻ, ഇതെൻ്റെ ബ്രദർ, ഈ അവരോടുള്ള കാമം, അതാണ് അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കാത്തത്. ആ കാമത്തെ ആ ഭഗവാൻ പറയുന്നത്, നീ എന്നിലോട്ട് വിടുക, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. ആ ശത്രു, ഉള്ളിലുള്ള ശത്രുവിനെ നമ്മൾ ജയിക്കണം.
ഭൗതികമായ ആഗ്രഹങ്ങൾ വരും. കോടാനുകൂടി ജന്മങ്ങൾ കൊണ്ട് നമ്മൾ കൊണ്ടുവന്ന സ്വഭാവമാണ് ഒറ്റ ദിവസം കൊണ്ട് മാറുന്നത്. മാതാജി പറഞ്ഞ പോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ നിരന്തരം ജപിക്കുമ്പോൾ ക്രമേണ അത് ക്ലീനിങ് നടക്കണം. അതായത് അർജുനനോട് ഭഗവാൻ പറയുന്നത്, നീ നിന്റെ ഉള്ളിലുള്ള ശത്രുവിനെ തിരിച്ചറിയുക. അപ്പോൾ അർജുനൻ പറയുന്നത്, യെസ്, അർജുനൻ പറയുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു, പക്ഷേ ഇതിനെ ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, യെസ്, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നീ ഇതിനോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ, ആരോട്? കവരോടല്ല, ഉള്ളിലുള്ള ശത്രുവോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് ഒരു ദിവസം യുദ്ധം ചെയ്യാൻ പറ്റും, ജയിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പലപ്പോഴും അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അതാണ് നമുക്ക് പ്രത്യേകിച്ച് ആധ്യാത്മിക കാര്യങ്ങൾ. എനിക്ക് ആണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ആരോടെങ്കിലും പറയുകയാണ്, ജന്മാഷ്ടമിക്ക് ഞാനൊരു 400-500 പേർക്ക് ഞാൻ മെസ്സേജ് അയക്കും, ഗ്രൂപ്പ് ത്രൂ. ഓരോ ഓരോ ഗ്രൂപ്പിൽ 300 അതിൽ കൂടുതൽ 1000 പേരെങ്കിലും വരും, എല്ലാവർക്കും അയക്കും ജന്മാഷ്ടമി ഭഗവാന്റെ. അപ്പോൾ പലരും വരത്തില്ല, പലരും 1, 2, 5 പേരെ വരത്തുള്ളൂ. മലയാളികൾ ഒരു 20,000 ആൾക്കാർ അമ്പലത്തിൽ വരുവാണെങ്കിൽ അതിനകത്ത് 5 പേര് മലയാളികളായിരിക്കും, ബാക്കി മഹാരാഷ്ട്രൻസ് ആയിരിക്കും. പിന്നെ കാണുമ്പോൾ ഏറ്റവും അടുത്ത വ്യക്തിയോട് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ, അയ്യോ ജന്മാഷ്ടമിക്ക് എന്താ പറഞ്ഞു? അയ്യോ സാറേ അത് സമയമില്ലായിരുന്നു, അവിടെ പോയി ഇവിടെ പോയി ഇതായിരിക്കും പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 50 വയസ്സുള്ള വ്യക്തിയോടാണ് ചോദിക്കുന്നത് ഞാനെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്, ഇത് എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഈ 50 വയസ്സിൽ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് അദ്ദേഹം മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒരിക്കലും മിസ് ചെയ്യില്ല. അയലത്തുകാരൻ്റെ ബർത്ത്ഡേയോ പിന്നെ കരക്കാരുടെ കല്യാണമോ മിസ് ചെയ്തിട്ടില്ല. ഭഗവാന്റെ ബർത്ത്ഡേ മിസ് ചെയ്യും. കാരണം അതിൻ്റെ പ്രയോജനം, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ഫലം അറിയില്ല. അപ്പം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും. ആദ്യം വേണ്ട നമ്മളൊരു സ്റ്റെപ്പ് വെക്കുക. ചൈനീസ് പ്രോവർബുണ്ട്, ജേർണി ഓഫ് എ 1000 മൈൽ സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെയാണ് 1000 മൈലുള്ള യാത്രകളിൽ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാലോ തുടങ്ങിയില്ലേ, ആദ്യത്തെ സ്റ്റെപ്പ് വെക്കണം. അപ്പം എനിക്ക് ആധ്യാത്മികമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഈ ശത്രുവിനെ എനിക്ക് ജയിച്ചേ പറ്റൂ. അയ്യോ അതെങ്ങനെയാണ് പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. ഒറ്റ ഉത്തരവേ ഉള്ളൂ, ശ്രമിച്ചു നോക്കുക. ശ്രമിക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ഭഗവാന്റെ സഹായം കിട്ടും. അതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കത്തില്ല. നമ്മൾ നേരത്തെ അയ്യോ എന്നെ കൊണ്ടങ്ങനെ പറ്റും, ഞാൻ സ്ത്രീയാണ്, എനിക്ക് സമയമില്ല, എൻ്റെ മക്കൾ പഠിക്കുന്നു, അങ്ങനെ എക്സ്ക്യൂസിൻ്റെ പുറത്ത് നമ്മൾ എക്സ്ക്യൂസ് ഇട്ടിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക. ശ്രമിച്ചു നോക്കിയാൽ 2 ഉത്തരവുണ്ട്, 2 വെച്ചിട്ടുണ്ട്. ഒന്നീ ഫെയിൽ അല്ലെങ്കിൽ പാസ്. ശ്രമിച്ചേ ഇല്ലെങ്കിലോ ഒൺലി ഫെയിൽ. അപ്പോൾ എത്രയും നമ്മൾ ഈ ശത്രുവിന് മേൽ വിവശത കാണിക്കുന്നു, അത്രയും കൂടുതൽ ഈ ശത്രു നമ്മുടെ മുകളിൽ ഭാര്യയാകും. അത്രയും കൂടുതൽ ആ ശത്രു നമ്മളെ കീഴടക്കും. ഇനി ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഈ വിഷയത്തിൽ, സമയം ഒരുപാടായി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് വീണ്ടും വിശദമായിട്ട് ചർച്ച ചെയ്യാം. നമുക്ക് ഇന്നിവിടെ നിർത്താം. ലൈവായിട്ട് വന്ന എല്ലാവർക്കും ഷോർട്ട് നോട്ടീസാണ് ഞാനിട്ട്. കാരണം ഇന്നും എനിക്ക് കണ്ണിൻ്റെ OPD പോകണമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വൈകിട്ടാണ് മെസ്സേജ് ഇട്ടത്, ഉച്ച കഴിഞ്ഞ് മെസ്സേജ് ഇട്ടത്. അപ്പോൾ ഇത്രയും കുറഞ്ഞ സമയത്തിൽ നിങ്ങളൊക്കെ വന്നു ലൈവായിട്ട്. ഇനി ഒരുപാട് ആൾക്കാർ റെക്കോർഡിങ് കാണും. എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും. നമുക്കിന്ന് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പറഞ്ഞ ടോപ്പിക്കിൽ ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഹരേ കൃഷ്ണ.